യഥാർത്ഥമായിട്ട് നമ്മുടെ കാഴ്ചപ്പാട് പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പറയാനും കൂടെയാണ് ഇന്ന് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അത്രേ ഉള്ളൂ 5-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അതേപോലെ 6-ാം വാക്യം വായിക്കുമ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ. 7-ാം വാക്യം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെപ്പോലെ. 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. നമുക്കറിയാം, കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. വളരെ ചുരുങ്ങിയ വാചകങ്ങളാണ്. പെന്തക്കോസ്തുകാർ പലരും ഇത് പ്രാർത്ഥിക്കാറില്ല. കാരണം അവരുടെ വിചാരം ഇത് കിൻഡർ ഗാർഡൻ പ്രാർത്ഥനയാണ്, ABCD പറഞ്ഞു കൊടുക്കുന്ന പോലെ. പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നവർ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ അവരെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പലരും വിചാരിക്കാം. അതിൻ്റെ അങ്ങേ അറ്റത്ത് ചിലർ വിചാരിക്കുന്നു വേറെ ഒന്നും ചെയ്യണ്ട, ഇത് മാത്രം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ മതി, ജൽപ്പനം ചെയ്താൽ മതി, ഒരു ദിവസം 100 പ്രാവശ്യം ഇത് പറയുന്നവരുണ്ട്, അതിലേതോ നന്മകൾ കിട്ടും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്ന, ഒരുപാട് പ്രാർത്ഥിക്കുന്ന, രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ജനക്കൂട്ടമാണ് നമ്മളെല്ലാവരും. പക്ഷേ പ്രാർത്ഥനയുടെ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ട് ദൈവം, ഇപ്പോൾ നമ്മളെല്ലാപ്പോഴും നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മളോട് അത് എങ്ങനെ നിങ്ങൾക്കറിയാം, കണ്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ജീവിക്കുന്നത് എന്ന് പറയും. എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ച കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചല്ല, പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ പറയുന്നു ദൈവം യേശു ജീവിക്കുന്നു, പക്ഷേ അതിൻ്റെ തെളിവ് എന്നാ എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ദൈവം കൊടുത്ത ഒരു ചെറിയൊരു ചിന്തയാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല, ഞാൻ ഇന്ന് കാലത്തെ അങ്ങേരോട് സംസാരിച്ചിട്ട് വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് എന്നാ പറയണമെന്ന് തോന്നുന്നില്ല. സംസാരിച്ചിട്ട് വന്നു. അപ്പോൾ ഒരാളോട് സംസാരിച്ചിട്ട് വന്നെന്ന് പറയുമ്പോൾ അയാൾ ജീവിക്കുകയാണോ ഇല്ലയോ എന്നുള്ളതിൽ സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ല. അതുപോലെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമുക്കൊരു ഒരു 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 ചിന്ത ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് ഇപ്പോൾ ആരോടെങ്കിലും നമ്മൾ സംസാരിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ അയാൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും, ഞാനിപ്പോൾ സംസാരിച്ചിട്ട് വന്നു എന്ന് പറയത്തില്ലയോ? അപ്പോൾ അതുപോലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംശയങ്ങൾ വരുന്ന ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്കുള്ള തെളിവ്, മറ്റവരത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4:13 പറയുന്ന ഒരു ചെറിയ വാക്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. നമ്മുടെ വിശ്വാസം മുഴുവനും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എന്തിനാ സുവിശേഷം പറയുന്നു? മറ്റവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിലും മറ്റവർ സ്വീകരിക്കുന്നു, അതവർ വിശ്വസിക്കുന്നു, അതവർ ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ട് ഏറ്റുകൊള്ളുന്നു, അതവർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നു, അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ പറയണം. സുവിശേഷം പറയാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. കാരണം അത് അത്രയും വലിയ കാര്യമാണ്. അത് നമ്മൾ വിശ്വസിക്കണം. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമില്ലാതെ അല്ലാതെ വേറെ ഒരു നാമവും നൽകപ്പെട്ടില്ലെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറയണം. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റവർക്ക് എന്നാ തോന്നും? നമ്മളെ അടിക്കണമെന്ന് തോന്നുന്നു, ഉപദ്രവിക്കണമെന്ന് തോന്നുന്നു, അതെല്ലാം വേറെ രണ്ടാമത്തെ വിഷയം. പലരും എത്രയോ വർഷങ്ങളായിട്ട് വിശ്വാസികളായിരിക്കുന്നവർ മറ്റവരോട് ഇത് പറയാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. അവരെന്നാ വിചാരിക്കും? നമ്മൾ ഇടുങ്ങിയ മനസ്സുള്ളവരെന്ന് വിചാരിക്കും. അവർക്ക് അവരുടെ ആയിട്ടുള്ള ദൈവമില്ലയോ, അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളില്ലയോ എന്നെല്ലാം പറയുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല സുവിശേഷം പറയാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രേരണ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ആകാശത്തിന് കീഴ് മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ ഒരു നാമവുമില്ലെന്ന്
നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണമെങ്കിൽ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. സംസാരിക്കാൻ മടി കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റവരെന്നാ വിചാരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാതിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു അർത്ഥം താങ്കൾ വിശ്വസിക്കുന്നില്ലെന്നർത്ഥം. കേൾക്കാൻ പ്രയാസം കാണും, പക്ഷെ പലരും പറയാറുണ്ട് അങ്ങനെ. അവരെന്ത് വിചാരിക്കും, നമ്മളെന്തിനാ അവരോട്, അവർക്ക് അവരുടെ കാര്യമുണ്ടല്ലോ. ഇതെല്ലാം ഒന്നും ശരിയായിട്ടുള്ള വാദങ്ങളല്ല. നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരേ ഒരു അർത്ഥം നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നില്ലെന്ന്. അതേപോലെയാണ് പ്രാർത്ഥന. ഇറ്റ് ബിക്കംസ് വെരി നോർമൽ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഷോർട്ട് കട്ട് പോലെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങേരോടൊന്ന് പറഞ്ഞേരെ, കേട്ടാ കേട്ട്, ഇല്ലെങ്കിൽ ഇല്ല, നടന്നാ നടന്ന്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നവർ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക്. എല്ലാവരും പറയും, ഞങ്ങൾ ഒത്തിരി കാലം പ്രാർത്ഥിച്ചു, ദൈവം കേട്ടോ ഇല്ലോ എന്ന് പോലും അറിയത്തില്ല. ദൈവത്തിന് കേൾക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിരീശ്വരവാദികൾക്കുള്ള പ്രയാസമാണെങ്കിൽ, അവരുടെ ചിന്തയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വിശ്വാസികൾക്കാണെങ്കിലോ, എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഇടപെടാതെ അടിക്കടി വരുന്ന ഒരു ചോദ്യം എന്നോട് പലരും ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ദൈവം സംസാരിച്ചു, ദൈവം സംസാരിക്കുമോ? ഇത് നിരീശ്വരവാദികൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസികൾ ചോദിക്കാൻ ദൈവം സംസാരിക്കുമോ? അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്നാ വിചാരിച്ചിരിക്കുന്നത്? അവൻ സർവശക്തനാണോ? സർവശക്തൻ തന്നെ. പക്ഷേ ഇനി എഴുതി വെച്ചേക്കണം, സർവശക്തനാണ് എന്നാൽ ഊമനാണ് എന്ന് എഴുതി. നിങ്ങളുടെ വിശ്വാസം, ഏതെങ്കിലും ഒരു വിശ്വാസി ജീവിതത്തിൽ ദൈവം സംസാരിക്കുമോ നമ്മളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതന്നെ. അതേപോലെ തന്നെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ച് കേട്ടോ ഇല്ലയോ ആർക്കറിയാം എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണോ? സർവശക്തൻ തന്നെ, പക്ഷേ ചെകിടനാണ് എന്നും എഴുതി വെച്ചോളണം. ഇതാണ് വിശ്വാസികൾ ചിന്തിക്കുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആദ്യം നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ഉറപ്പ്, നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നത് പ്രാർത്ഥനയാണ്, നല്ലതാണ്, പ്രാർത്ഥിക്കണം, ദൈവവചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോട് അവൻ്റെ സന്നിധാനത്തിൽ വയ്ക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതുമാത്രം പോരാ. നമ്മൾ ദൈവസന്നിധാനത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു ആംബുലൻസ് പോലെയാണ്. ഒരാവശ്യമുണ്ടെങ്കിൽ അതിനെടുത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്ന പോലെ, ഒരു എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥനയാണെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ, ആ പ്രാർത്ഥനയിൽ ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണണം. അതിൽ ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ എന്നാ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന് അറിയാം. അറിയാമോ? അറിഞ്ഞുകൂടെയോ? അറിയാം. നമ്മൾ എന്നാ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാമെന്നും നമുക്കറിയാം, അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ പറഞ്ഞത് അറിയാം. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവത്തിന് അറിഞ്ഞെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവം, നമ്മൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ആ റിയാക്ഷൻ എന്താണ്, പ്രതികാരം എന്താണ് എന്ന് അറിയുവാൻ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വന്നു, വാട്ട് ഡസ് ഗോഡ് ടെൽ അബൌട്ട് ദാറ്റ്? അതിനെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോട്ടെ, ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ്. ആ വ്യക്തിക്ക് ഒരു റിയാക്ഷനും, ഒരു പ്രതികരണമില്ല, ഒരു ചിരിയും ഇല്ല, ഒരു അനക്കവും ഇല്ല, ഒരു ഞരക്കവും ഇല്ല, ഒരു മൂളലും ഇല്ല. നമ്മൾ അരമണിക്കൂർ സംസാരിച്ചിട്ട് വന്നു. ആരെങ്കിലും ചോദിച്ചു എന്നാ പറ്റി? ഞാൻ സംസാരിച്ചു, അയാൾ അനങ്ങിയത് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതെന്നെ സംസാരം, അതെന്നെ കോൺവെർസേഷൻ. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് അത് മുഖാന്തരം ദൈവത്തിന് പറയാനുള്ളത് നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ള ആ അനുഭവം നമുക്കില്ലെങ്കിൽ പ്രാർത്ഥന ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇതുതന്നെയാണ് നമ്മൾ പിന്നെ വെറും ഭിത്തിയോടോ വിഗ്രഹങ്ങളോടോ പ്രാർത്ഥിക്കുന്നതിനും, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു റിയാക്ഷനും ഇല്ലാതെ
ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വ്യത്യാസം? എന്നാ അതിൻ്റെ അർത്ഥം? ആർ വി വെയിറ്റിംഗ്? നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവത്തിന് അറിയാം, എന്നാലും ദൈവം നമ്മളോട് വന്ന് പറ എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് ദൈവത്തിന് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കേൾക്കുവാൻ മനസ്സുണ്ടോ? സങ്കീർത്തനം 115:8 115 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കാറുണ്ട്, ജാതികളുടെ ദൈവങ്ങൾ വിഗ്രഹങ്ങളാണ്, കണ്ണുണ്ട് കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല, കാലുണ്ട് നടക്കത്തില്ല. അതെല്ലാം കണ്ടിട്ട് മറ്റവരെ പുച്ഛിക്കാനായിട്ട് എഴുതിയതല്ല. അതിൻ്റെ 8ാമത്തെ വാക്യം പറയുന്നു, അതിനെ ആരാധിക്കുന്നവർ അവയെപ്പോലെ ആയിത്തീരും. എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? ഓക്കെ. അത് എഴുതിയത് മറ്റവരെ വിമർശിക്കാനല്ല, നമ്മളെ ചിന്തിപ്പിക്കാനാണ്. അതിനെ ആരാധിക്കുന്നവർ അതുപോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആയിത്തീരണം? ദൈവത്തിൻ്റെ ഗുണങ്ങൾ വരണം. ദൈവത്തിൻ്റെ ഗുണങ്ങൾ വരണം. അവയ്ക്ക് കണ്ണുണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? അവന് കണ്ണുണ്ട് കാണുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? വേദപുസ്തകം മുഴുവനും തൻ്റെ ദൃഷ്ടി കൊണ്ട് കണ്ണുകൊണ്ട് അവൻ നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ എത്ര എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മളെ നടത്തുന്നെന്ന് എഴുതിയിട്ടില്ലേ? അവൻ്റെ കണ്ണുകൾ ലോകം മുഴുവനും ഊടാടി തനിക്ക് വേണ്ടി ഭയപ്പെടുന്നവർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടില്ലേ? അങ്ങനെ കണ്ണുണ്ട് കാണുന്ന ദൈവമാണെങ്കിൽ അതിനെ ആരാധിക്കുന്ന നമുക്കും അതുപോലെ കാഴ്ച ഉണ്ടോ എന്ന് ചിന്തിക്കണം. അവൻ്റെ കരത്തെക്കുറിച്ച്, അവൻ്റെ കാലുകളെക്കുറിച്ച്, അവൻ്റെ വായെക്കുറിച്ച്, അവൻ്റെ സംസാരത്തെക്കുറിച്ച്, വാഗ്ദത്തങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പ്രശംസിക്കണമെങ്കിൽ ഈ വാക്ക് 115 സങ്കീർത്തനം 8 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, അവയെ ആരാധിക്കുന്നവർ അവയെപ്പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്നത് നമ്മളെങ്ങനെ ആയിത്തീരണം? അതാണ് ചോദ്യം. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമേ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുന്ന ആ ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്ത് നമുക്ക് വളരുവാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ അവൻ നല്ലവനാണ്, സർവശക്തനാണ് എന്ന് പറഞ്ഞ് ആരാധിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആരാധനയാണോ? ദാറ്റ് ഷുഡ് ചേഞ്ചസ്. നമ്മളെ അത് മാറ്റണം. ഇറ്റ് ഹാസ് ടു ചേഞ്ചസ്. അങ്ങനെ മാറിയിട്ടുണ്ടോ? ഒരു 10 വർഷത്തിന് മുമ്പ് വിശ്വാസിയായിരുന്ന താങ്കൾക്കും 10 വർഷം തുടർച്ചയായിട്ട് എല്ലാ ഞായറാഴ്ചയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ എത്രമാത്രം പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലിരിക്കണം. ഇല്ലെങ്കിൽ ആരാധനയ്ക്ക് അർത്ഥമില്ല. അവയെ ആരാധിക്കുന്നവർ അവയെപ്പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് അത് ഒരു ഫോർമലായിട്ടില്ലെങ്കിൽ, അത് ഒരു ഓർഗാനിക്കായിട്ട്, ഒരു ലൈവ്ലി ആയിട്ട്, ഒരു ജീവിക്കുന്ന മനുഷ്യനോട് നല്ല ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങേരുടെ ഗുണങ്ങൾ അറിയുന്നത് മാത്രമല്ല, നല്ല ഗുണങ്ങളാണെങ്കിൽ അതുപോലെ നമുക്കും പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരണം. ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് എന്താണ് അർത്ഥം എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. ദൈവത്തിനറിയാം നമ്മൾ എന്നാ ചിന്തിക്കുന്നെന്ന്. എന്നാൽ ജീവിക്കുന്ന ദൈവത്തോട് സംസാരിച്ചിട്ട് വരുന്ന പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ച വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് എന്നാ പറയാനുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ പ്രാർത്ഥന ദൈവം പറയാണ്, നീ എന്നാ പറയാൻ പോകുന്നു അതെല്ലാം നിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തെ നിന്ന് ഗ്രഹിക്കുന്നത്. ദൂരത്തെ എന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്നല്ല. ആ നിരൂപണങ്ങൾ നമ്മുടെ വായിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഒരു രൂപമെടുത്ത് അതൊരു വാക്കായിട്ട് മാറി നമ്മൾ പറയുന്നതിൻ്റെ മുമ്പേ അറിയുന്ന ഒരു ദൈവം എന്നറിഞ്ഞു. നിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തെ നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, അത്രമാത്രം അറിയുന്ന ദൈവം എന്തുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു? എന്തുകൊണ്ട് യേശു പഠിപ്പിച്ചു, നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കുക എന്നെല്ലാം ഞങ്ങൾ പറയുന്നതിന് മുമ്പേ എല്ലാം അറിയാമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യങ്ങളെ പറയാൻ വേണ്ടി മാത്രമല്ല. പറയാം, പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞത്
ദൈവത്തിനത് അറിയാമെങ്കിലും ദൈവം പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആരുടെ സഹായമോ അവന് ആവശ്യമില്ല. റൈറ്റ്? ആരുടെ സഹായമെങ്കിലും അവൻ പറഞ്ഞു, അത് സംഭവിച്ചു. ഹി സ്പോക്ക് ആൻഡ് ഇറ്റ് വാസ് ഡൺ. ഒരുത്തരുടെ സഹായമോ ആവശ്യമില്ല. എന്നാൽ ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ച ദൈവം, ഏതേൻ തോട്ടത്തെ സൃഷ്ടിച്ച ദൈവം, ഒരു മനുഷ്യൻ ആദാമിനെയും സൃഷ്ടിച്ച ദൈവം ആദാമിനെ ഏൽപ്പിക്കുന്നത്, നീ പോയി ഭൂമിയെ നീ ഭരിക്കണം. യു ഹാവ് ടു റൂൾ ഓവർ ദിസ് എർത്ത്. അവൻ്റെ കയ്യിൽ ഒരു മൺവെട്ടിയും കൊടുത്ത്, ഞാൻ ഇത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ച് ഈ ഭൂമിയെ നീ ഇനി സൂക്ഷിക്കണം, പാതുകാക്കണം. തമിഴിലെ പാതുകാക്കവും പൺപടുത്തവും എന്ന് പറഞ്ഞിട്ട് അതിനെ സൂക്ഷിക്കാനായിട്ട് ദൈവം ആദാമിനെ ഏൽപ്പിക്കണം. നൗ കംസ് ദ ക്വസ്റ്റ്യൻ. ആദാമിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഇത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ചു, അത് നോക്കാൻ താങ്കളെ കൊണ്ട് കഴിയത്തില്ലയോ? ചോദിക്കാമോ? ദൈവത്തിന് കഴിയത്തില്ലയോ? കഴിയുമോ? കഴിയത്തില്ലയോ? ഒരു വാക്കുകൊണ്ട് പറഞ്ഞ ദൈവം എല്ലാത്തിനും കറക്റ്റായിട്ട് അതിന് കാലത്തെ വെള്ളം കിട്ടിക്കോട്ടെ, അതിൻ്റെ ആവശ്യമുള്ള മെന്യൂർ കിട്ടിക്കോട്ടെ എന്നെല്ലാം ദൈവത്തിന് പറയാൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വളരാനും സാധിക്കും. എന്നാൽ സൃഷ്ടിയിൽ ആരുടെ ആവശ്യവും ആരുടെ സഹായവും ആവശ്യപ്പെടാത്ത ദൈവം താൻ സൃഷ്ടിച്ചത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുവാൻ മനുഷ്യനിൽ ആവശ്യപ്പെടുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാരണം ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല, ഹി വാണ്ട്സ് ടു ഗിവ് എ പാർട്ട് ഇൻ ഹിസ് ക്രിയേറ്റീവ് പ്രോസസ്. അവൻ സൃഷ്ടിച്ച ഈ കാര്യങ്ങളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പദവി നമുക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് ചില പൊസിഷൻ കൊടുക്കുമ്പോൾ, ഇത് നിങ്ങൾ ചെയ്തെടുക്കണമെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നും പറയുന്നത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും അല്ലേ? ഒരു നല്ല പോസ്റ്റ് കിട്ടുമ്പോൾ, പവർ കിട്ടുമ്പോൾ, അത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ദൈവം കൊടുക്കുമ്പോൾ, അത് ദൈവം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു എന്നുള്ള സന്തോഷം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. കാരണം നമ്മളെ വരും, നിന്നെ കൊണ്ട് എന്നാ പറ്റും, നീയാണോ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ, ചിലർ ചോദിക്കും, പിള്ളേരെ പെറ്റെടുത്താൽ മാത്രം മതിയോ, അതിനെ വളർത്തണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ദൈവത്തോട് ചിലർ ചോദിക്കാം, ചുമ്മാ ഉണ്ടാക്കി വിട്ടാൽ മാത്രം പോരെ, അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉണ്ടാക്കി, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കാൻ ഉള്ള വഴികളെല്ലാം വരും. ദൈവം പറയുന്നു, ഞാൻ സൃഷ്ടിച്ചു, എനിക്ക് അവിടെ ആരുടെ ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. പക്ഷേ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ താൻ സൃഷ്ടിച്ച ഈ ദേശത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവത്തിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ല, നമുക്കൊരു റോൾ ദൈവം കൊടുക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരിൽ എഴുതുമ്പോൾ പറയുന്നു, ഞങ്ങൾ ദൈവത്തോടു കൂടെ ഉള്ള കോ വർക്കേഴ്സാണ്. തമിഴിലെ ഉടൻ വേലയാട്കൾ. ഞങ്ങൾ അതിൻ്റെ പങ്കാളികളാണ്. ദൈവത്തോട് കൂടെ, ദൈവം ചെയ്യുന്ന കാര്യത്തിൽ കൂടെ നിന്നുകൊണ്ട്, അവൻ ഉണ്ടാക്കി വെച്ചത് ഒന്ന് നന്നാക്കാനായിട്ട് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ട് അവനോട് കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ഓർത്താൽ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കും. പലരും വിചാരിക്കും, നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല പോ എന്ന് പറഞ്ഞു വിടാം. ദൈവത്തിന് നമ്മളെ കുറിച്ച് അങ്ങനെ പറയാം, അതെ ഞാനാ നിന്നെ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്ന്, നിനക്ക് എന്നാ അറിയാം എന്നും പറഞ്ഞു വിടാം. ഞാൻ നോക്കിക്കോളാം എല്ലാം. ദൈവത്തിന് നോക്കിക്കോളാം. ദൈവത്തിന് സർവ്വജ്ഞാനിയാണ്. പക്ഷേ ദൈവം നമ്മളെ അത് ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന കാര്യം ദൈവം നമ്മളെ കൊണ്ട് എന്നാ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. എൻ്റെ യജമാനൻ എന്നോട് എന്നാ പറയുന്നു, വാട്ട് ഈസ് മൈ ജോബ് ഡിസ്ക്രിപ്ഷൻ? ഒരു ടീച്ചർ പോയി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്നാ ചെയ്യണമെന്നുള്ളത് അവരുടെ ഹെഡ് മാസ്റ്റർ പറയും, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് പറയും, പ്രിൻസിപ്പൽ പറയും.
അവർ പറയണം. നാളെ തൊട്ട് ടീച്ചറായിട്ട് വന്നോ എന്ന് പറഞ്ഞു വിടത്തില്ല. ദേ മസ്റ്റ് ഗീവ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയാനല്ല. അപ്പോൾ ദൈവം പറയണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം. എപ്പോൾ കേൾക്കും? അപ്പോൾ അതാണ് പ്രാർത്ഥന. യു ടോക്ക്, ഷീ ടോക്സ്. നിന്നെ കൊണ്ട് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ, എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവത്തോട് പറയുന്നു, അതേപോലെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ നോക്കാനായിട്ട്. അപ്പോൾ എന്തെല്ലാം ചെയ്തെടുക്കണം, അവൻ്റെ ആഗ്രഹം എന്താണ് എന്ന് നമ്മളോട് അറിയിക്കണമെങ്കിൽ ഹി മസ്റ്റ് ടോക്ക്. അവൻ സംസാരിക്കണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ചിന്ത വേറെയായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ വന്നു, ദൈവത്തിന് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് അറിയണം എന്നുള്ള ആഗ്രഹം. അവൻ്റെ നിരൂപണങ്ങളെ നമുക്ക് ദൂരത്തിൽ നിന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. കേൾക്കാനായിട്ട് ചെവി തുറന്നിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പറയുന്നത് കേൾക്കുന്നവൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന്. നമുക്കെല്ലാം ചെവി ഉണ്ട്, നമ്മൾ കേൾക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ മതി എന്ന് പറഞ്ഞിട്ട് വരാനല്ല. ചെവി ഉള്ളവൻ ഞാൻ പറയുന്നതും കേൾക്കണം എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് കൊടുക്കുന്ന ആ പ്രിറോഗേറ്റീവ്, നമ്മളെ മതിച്ച് നമുക്ക് കൊടുക്കുന്ന, നമ്മളെ മാനിച്ച് നമുക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് വിചാരിക്കണം. 5000 പേർ പട്ടിണിയായിട്ട് ഇരിക്കുന്നു, ആഹാരം അവർക്ക് ആവശ്യമാണ്. അവർക്ക് ആഹാരം കൊടുക്കാൻ ദൈവത്തിന് അറിയാം. 10 ലക്ഷം പേർക്ക് 40 വർഷം ദിവസം മന്ന കൊടുത്ത ദൈവത്തിന് ഒരു 5000 പേർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റില്ല? പറ്റും, യേശുവിന് പറ്റും. പക്ഷേ യേശു കാത്തിരുന്നു ഒരു കൊച്ചു പയ്യൻ കൊണ്ടുവന്ന് കൊടുക്കുന്നവരെ. വാട്ട് ഈസ് ഹിസ് റോൾ? അതുവരെ യേശു കാത്തിരുന്നു. എന്തുവാണ് അവൻ്റെ റോള്? അവൻ കൊടുത്തത് കൊണ്ടാണോ ഇത്രയും പേർക്ക് കിട്ടിയത്? പക്ഷേ ഒന്ന് ഓർത്ത് നോക്കണം, ആ പയ്യൻ്റെ ജീവിതത്തിൽ അവൻ ആരെ കണ്ടാലും ആദ്യം പറയുന്നതറിയോ? ഒരു ദിവസം എൻ്റെ അമ്മ ഒരു 5 അപ്പം കൊടുത്തയച്ചു, അത് 5000 പേര് തിന്നു. അവൻ അന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആരോട് അവൻ്റെ കൂട്ടുകാരോട് എന്നാ പറയും? അത് തന്നെ പറയും, ജീവിതം മൊത്തം പറയും. അവൻ പറയാൻ മറന്നുപോയാലും നമ്മൾ മറക്കരുതെന്ന് പറഞ്ഞ് 4 സുവിശേഷത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് ദൈവം കൊടുപ്പിച്ചു. ഒന്ന് ഓർത്ത് നോക്കണം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ബോയ് ഇൻ ദാറ്റ് മിറാക്കിൾ? ആ അത്ഭുതത്തിൽ ആ പയ്യൻ്റെ ഒരു എന്നാ പറയുന്നത്, അവൻ്റെ പാർട്ട് എന്നാ? പക്ഷേ യേശു കാത്തിരുന്നു. ഞാൻ അത്ഭുതം ചെയ്യാം, താൻ ഇന്നാ ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ദൈവത്തിന് ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയ്ക്കുണ്ട്. അത് പറയാൻ ദൈവം കാത്തിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഡോണ്ട് മേക്ക് ഇറ്റ് എ വൺ വേ കോൺവെർസേഷൻ. ഇപ്പോഴാണ് പലർക്കും സംശയം വരുന്നത്. നമ്മൾ പറയുന്നു വാ 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 എന്ന് പറഞ്ഞിട്ട് പോകും, പക്ഷെ ദൈവം സംസാരിക്കുമോ? എന്തിനാ ദൈവത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്? ശരിയാണോ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ഒരുങ്ങിയിട്ടില്ല. ദൈവം സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നെല്ലാം ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അവൻ ആത്മാവാണ്. അവൻ്റെ ആത്മാവിനെ നമ്മളെ ഊതിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു കീപ് ദ കമ്മ്യൂണിക്കേഷൻ. ഞാനൊരിക്കൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചുറ്റിൽ ചിലപ്പോൾ ആനകൾ വരും. ഊട്ടി ആന കെട്ടിയുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. ആനകളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ ഒരു കൂട്ടം ആനകൾ വന്നു ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിൽക്കട്ടെ. ഒരു 5-6 ആന ഉണ്ട്. ഈ ആനകളുടെ നിന്ന് ഈ കൊമ്പൻ മാത്രം മുമ്പോട്ട് വന്ന് ഒരു സ്പീക്കർ പോലെ ഇങ്ങനെ നിൽക്കുക. ആനകളും നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊമ്പൻ മാത്രം പോയി, മറ്റതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കൊമ്പൻ തിരിച്ചു വരുന്നു. അതിൻ്റെ ശേഷം അവൻ പോകുന്നു, അതിൻ്റെ കൂടെ ആനകൾ പോകുന്നു. ഇത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്നാ തോന്നിയെന്ന് വെച്ചാൽ, എന്നമോ ആന പറഞ്ഞിട്ടുണ്ട് കൊമ്പൻ, നിങ്ങളെല്ലാം ഇവിടെ ഏരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം അവിടെ എന്നാ ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആനകൾ തമ്മിൽ സംസാരിക്കുമോ?
ഇതിവിടെ കുറേ നേരം നിന്നിട്ട് പോവുക, മറ്റതെല്ലാം അങ്ങനെ നിൽക്കുക. ആനകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചാൽ അവർക്ക് തമ്മിൽ മനസ്സിലാക്കാനും പറയാനും എല്ലാം ഉണ്ട്. ദറ്റ്സ് നോ ഡിഫറൻസ്. അപ്പോൾ ആനയുടെ ഭാഷ എന്താ എന്ന് ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ? നിനക്കൊരു ആത്മാവുണ്ടെങ്കിൽ, ആത്മാവ് ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഒരു ആത്മാവാണ്, അവൻ എൻ്റെ ആത്മാവോട് സംസാരിക്കും. യു വിൽ അണ്ടർസ്റ്റാൻഡ്. പല സമയങ്ങളിലും ദൈവദാസന്മാർ പറയുന്നു, ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറയുന്നതൊന്നും തെറ്റല്ല. ഉടനെ കളിയാക്കി, ഏതിലാണ് സംസാരിച്ചത്? മലയാളത്തിലാണോ? പാസ്റ്ററിന് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, പിന്നെ ദൈവം ഏതിലാണ് സംസാരിച്ചത്? തമിഴന്മാരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഇതെല്ലാം ചോദ്യം ചോദിച്ചു. ദൈവത്തിന് തമിഴ് മാത്രമേ ഒന്നുമല്ല, നിൻ്റെ ആത്മാവ്. പക്ഷേ ആർ വി റെഡി ടു ഹിയർ ദാറ്റ്? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ ഹോൾ കോൺസെപ്റ്റേ മാറും. ഞാൻ മുട്ടുകുത്തുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് പറയുന്നു, ദൈവത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചിലത് എന്നോട് പറയും. അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടതിനെ അനുസരിച്ച് അവൻ എന്നാ ഉത്തരം കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് എനിക്കറിയണം. ഞാൻ ചോദിച്ചു, എനിക്കറിയണം എന്നെല്ലാം ഉള്ള ആഗ്രഹം ഈ പ്രാർത്ഥനയിലിരിക്കണം. അപ്പോൾ ദൈവം പറയുമോ എന്ന് പറഞ്ഞ് കേട്ടാൽ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, കർത്താവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥന നിങ്ങൾ ശരിക്കും വായിച്ചാൽ 6 വാക്യങ്ങളെ ഉണ്ട്, നമുക്കറിയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് ദൈവം തുടങ്ങിയിട്ട് ആ പ്രാർത്ഥന ശരിക്കും വായിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ദൈവം പറയാണ്, ഒരു മിനിറ്റ് ഇരിക്കാവോ, ക്യാൻ യു വെയിറ്റ് എ മിനിറ്റ്? നിൻ്റെത് എന്നാന്ന് പറയുന്നതിൻ്റെ മുമ്പേ എനിക്ക് എന്നാ ആവശ്യമുണ്ട് ഞാൻ നിന്നോട് പറയാം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ദൈവം ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു തിങ്ക്? ഇപ്പോൾ നമ്മൾ ഒരാളോട് ആവശ്യപ്പെട്ടു, അങ്ങേർക്ക് എല്ലാം ചെയ്യാൻ പറ്റും, നമുക്കിത് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയാം, അതെല്ലാം അവിടെ ഇരിക്കട്ടെ, നിൻ്റെ ആവശ്യം അവിടെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, സഹായിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തോന്നും? ഈ പ്രാർത്ഥന വായിച്ചു നോക്കിയാൽ ആദ്യത്തെ 3 കാര്യങ്ങൾ ദൈവം പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രേ ഫോർ മീ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ആവശ്യങ്ങളാണ്. സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, പ്രാർത്ഥിക്കുക. ഇത് ആരുടെ ആവശ്യമാണ്? നിൻ്റെ രാജ്യം വരണം, ആരുടെ ആവശ്യമാണ്? നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, ആരുടെ ആവശ്യമാണ്? അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണോ? നമുക്ക് ആവശ്യമുള്ള ആഹാരം, നമ്മുടെ ശരീരത്തിന്, ആത്മാവിന്, ഭാവിയിലുള്ള സുരക്ഷിതത്വത്തിന് എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവം പറയും, സ്റ്റോപ്പ് ഇറ്റ്, ഐ ഹാവ് നീഡ്. എൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, പ്രാർത്ഥിക്കുക. എൻ്റെ രാജ്യം വരണം, പ്രാർത്ഥിക്കുക. എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, പ്രാർത്ഥിക്കുക എന്ന് ദൈവം പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ദൈവം പറയും, നിൻ്റെത് പറയുന്നത് ശരിയാണ്, പക്ഷേ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കാം. ആ രീതിയിൽ ഇത് നോക്കിയാൽ, ഇതേ കാരണം ഞാൻ മുട്ടുകുത്തുമ്പോൾ ദൈവവും ഞാനുമായിട്ട് എങ്ങനെ ദൈവം നമുക്ക് എത്ര വലിയ സന്തോഷം, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും എന്ന് പറയുന്നത് എത്ര സന്തോഷമോ, അതേപോലെ സന്തോഷം ദൈവത്തിന് ചില ആവശ്യമുണ്ട്, എന്നെക്കൊണ്ട് അത് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വരണമോ ഇല്ലയോ? ഒരു വലിയ ആൾക്കാർ, വലിയ ഒരു മനുഷ്യൻ എനിക്കൊരു സഹായം ചെയ്യാവോ എന്ന് നമ്മളോട് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും വലിയ മനുഷ്യന് നമ്മൾ എന്നെ സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അവൻ നമ്മെ വിശ്വസിച്ചല്ലോ എന്നെല്ലാം തോന്നുന്നില്ലേ? അതേപോലെ പ്രേയർ, ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് എന്താ ആവശ്യമെന്ന് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, അടുത്തത് നമുക്ക് തോന്നാൻ പോകുന്നത് എന്താണെന്നറിയാം? ഞാൻ ചെയ്യണമോ? നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കണമോ? നിൻ്റെ രാജ്യം വരാൻ ഞാൻ വല്ലതും ചെയ്യണമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പോലെ എനിക്ക് പ്രൊമോഷൻ വേണം, എനിക്ക് ഒരു 1000 രൂപ കൂടെ ശമ്പളത്തിൽ കൂട്ടി കിട്ടിയാൽ നല്ലത്, എൻ്റെ ഈ പഴയ കാർ മാറി നല്ല ഒരു കാർ, ഇതെല്ലാം ദൈവത്തിന് പീനട്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ചുമ്മാ ഒന്നുമില്ല. പക്ഷേ ദൈവം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഭയങ്കര ആവശ്യങ്ങളാണ്. അതെല്ലാം ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ അടുത്ത് നമുക്ക് തോന്നാൻ പോകുന്നത്, ഈ പ്രാർത്ഥനയിൽ വി കനോട്ട് ഡു ദാറ്റ്.
ദൈവം നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. നമുക്കും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം എന്നാ ചെയ്യും? കർത്താവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള ശക്തിയില്ല. അത് അവിടുന്ന് തരണം. എന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷെ അതിൻ്റെ ശക്തി അവിടുന്ന് തരണം എന്ന് പറയുമ്പോൾ ദൈവം തരും. ദൈവം തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ, ആ കാര്യം നടക്കുമ്പോൾ ആർക്കാ ക്രെഡിറ്റ്? അപ്പോൾ പറയത്തില്ലയോ, ഞാൻ ചെയ്തതാ, ദൈവം എന്നോട് ഏൽപ്പിച്ച് ഞാൻ ചെയ്തു. പക്ഷേ യഥാർത്ഥ സത്യം എന്താ? അവിടുന്ന് ചെയ്ത് ശരിയാ, പക്ഷേ അത് ചെയ്യുവാനുള്ള ശക്തി കൊടുത്തത് അവനാണ്. ദൈവം പറയാണ്, എൻ്റെ കയ്യെ ഒന്ന് ചലിപ്പിക്കുക എന്ന് പറയുന്ന പോലെ. അതേസമയം ദൈവം പറയാം, നീ പറഞ്ഞില്ലെങ്കിൽ, നീ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചലിക്കത്തില്ല. ഇഫ് യു ഡോണ്ട് ആസ്ക് ഗാഡ്, ഗാഡ് വോണ്ട് ഡു എനിത്തിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ ആവശ്യപ്പെടാൻ ദൈവം പറയുന്നതിൻ്റെ ഒരു കാരണം, ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയത്തില്ല, അതിനുള്ള ശക്തി അവൻ തരും. പക്ഷേ നമുക്കൊരു റോൾ കൊടുക്കുകയാണ്. നീ ചെയ്തു, ഞാൻ ശക്തി നൽകി, നമ്മൾ രണ്ടുപേരും ചെയ്ത ഒരു കാര്യം നടന്നു, ക്രെഡിറ്റ് എടുത്തോ ഒരു കുഴപ്പമില്ല എന്ന് ദൈവം പറയുമ്പോൾ, ആ മാഗ്നാനിമിറ്റി ഇൻ പ്രയർ, ആ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തോട് കൂടെ ചേർന്നു, എൻ്റെ കാര്യങ്ങൾ പറയുന്നു, അവൻ അവൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഞാനത് ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യുവാൻ ശക്തിയില്ലെന്ന് പറയുന്നത്, അവൻ ശക്തി തരുന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നത്, അവൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ഞാനും ഇടപെട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സച്ച് എ മിസ്റ്ററി. ഇത്രയും വലിയ ശക്തി അടങ്ങിയ പ്രാർത്ഥനയാണ് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വരുന്ന മാത്രം ആ ലെവലിലേക്ക് പ്രാർത്ഥനയെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത് പോലായി. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥനയിൽ ആ ഒരു സർക്കിൾ പോലെയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നു, എനിക്ക് ആവശ്യമുണ്ട്, നമ്മൾ ചെയ്യാം, പക്ഷേ ശക്തിയില്ല. ദൈവം ശക്തി തരുന്നു, നമ്മൾ ചെയ്ത് തീർക്കുന്നു, ദൈവത്തിൻ്റെ കാര്യം നടക്കുന്നു, നമുക്കൊരു റോളും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമായിട്ട് പ്രാർത്ഥനയെ ഓർത്ത് കഴിഞ്ഞാൽ ഹൗ ഡിഫറെൻ്റ് ഇറ്റ് വിൽ ബി. എത്ര മഹത്വമുള്ള ഒരു കാര്യമായിട്ട് അത് തീരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇനി കൂടുതൽ പറയാനായിട്ട് ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന, ഈ കാഴ്ചപ്പാടിലൊന്ന് നോക്ക്. ഞാനും ദൈവവുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ ഒരു കാര്യം മാത്രം, തുടങ്ങുന്ന ഈ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാവോ? അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മനസ്സിലാക്കണം, പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ ദൈവം പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം. ഇതിനു മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ചെയ്യണം? അകത്ത് പോയി കതക് പൂട്ടി ആരും കാണാതെ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്നാ ചെയ്യും? എൻ്റെ പിതാവേ എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതല്ലേ ദൈവം പറയുന്നു. ഒരു കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അകത്ത് പോയി കതവ് അടച്ച് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട്, യു ഗോ ആൻഡ് പ്രേ അലോൺ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു കൊടുക്കാണ് നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആരായ ഞങ്ങളുടെ? കർത്താവിന് ഗ്രാമർ മിസ്റ്റേക്കായിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ അല്ലെ ചോദിക്കട്ടെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്തിനാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത്? നീ എൻ്റെ പിതാവ് എന്നല്ലേ പറയേണ്ടത്. പക്ഷേ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയുടെ ഒരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരും അടുക്കാൻ കൂടാത്ത തേജസ്സിൽ വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടുക്കാൻ പറ്റത്തില്ല. ആരും അടുക്കാൻ, നോബഡി ക്യാൻ റീച്ച്. അതുപോലെ തേജസ്സിൽ വസിക്കുന്ന ദൈവത്തോട്, പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അടുക്കണമെങ്കിൽ ഒരു മാർഗമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ദൈവപുത്രൻ, അവൻ്റെ പുത്രൻ. നീ അവനിലായെങ്കിൽ നിനക്കെപ്പോഴും അവൻ്റെ അടുത്ത് അടുക്കാം. മാത്രമല്ല ദൈവത്തോട് പറയാം, ഞാനല്ല, ഞാനും യേശുവും നിൻ്റെ പുത്രനുമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ
ഈ പ്രാർത്ഥിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവൻ്റെ മാത്രമേ സാധിക്കൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. 1000 പ്രാവശ്യം കാലത്തോട്ട് പ്രാർത്ഥിച്ചോ, ഇത് കേൾക്കുന്ന ആരാണെങ്കിലും ഇത് മനസ്സിലാക്കോ, യുവർ പ്രെയർ വിൽ നോട്ട് റീച്ച് അപ്പ് ടു യുവർ റൂഫ്, ഇറ്റ് വിൽ റീബൗണ്ട് ടു ഗാർബേജ് ബോക്സ്. ആരും അടുക്കാൻ കൂടാത്ത തേജസ്സിലിരിക്കുന്നവനോട് എങ്ങനെ അടുക്കുവാൻ സാധിക്കുക? പക്ഷേ ഒരു വഴിയുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ, അവൻ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ പുത്രന് എപ്പോഴും ഒരു ആക്സസ് ഉണ്ട് തൻ്റെ പിതാവിൻ്റെ കൂടെ. അതുകൊണ്ടാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും, ചുമ്മാ ചോദിച്ചാൽ പോരാ. മനസ്സിലായോ? ചിലരെല്ലാം വിചാരിക്കുന്നു, ചിലരെല്ലാം വിചാരിക്കുന്നത് 1000 പ്രാവശ്യം പറഞ്ഞാൽ ഇത്രയും ശക്തി കിട്ടും എന്ന് പറഞ്ഞ് കൊന്തയും കുറിച്ചുകൊണ്ട് ജൽപ്പനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നും കേറത്തില്ല കേട്ടോ. ഇറ്റ് വിൽ നോട്ട് പാസ് ബിയോണ്ട് യുവർ റൂഫ്. ഇത് പ്രാർത്ഥിക്കാൻ യോഗ്യത വേണമെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളെന്ന് മാറുന്നത് നമ്മൾ യേശുവിൽ കൂടെ ഉള്ളപ്പോഴാണ്. ദെൻ യു ബിക്കം പ്ലൂറൽ. അതുമാത്രമല്ല, ഗലാത്യർ 4:6 പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അവൻ്റെ പുത്രനാകുന്നുണ്ടെങ്കിൽ പുത്ര അവകാശം. അവൻ്റെ അടുത്ത് പോയാൽ യേശുവോട് കൂടെ അടുത്ത് പോകാം. എന്നാ പറയണമെന്ന് പോലും തോന്നത്തില്ല. എന്നാ പറയണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? അവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പോകുന്നത് ഐ ആം ഇൻ ക്രൈസ്റ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് മീ വാട്ട് ഐ ഷുഡ് ആസ്ക്. അപ്പോൾ അവർ എന്ന് പറഞ്ഞ വാക്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് യോഗ്യനാണോ നാം പ്രാർത്ഥിക്കാൻ? അല്ലാതെ കർത്താവ് പറഞ്ഞു കൊടുത്തത് വളരെ സിമ്പിൾ പ്രാർത്ഥനയാണ്. ഇത് പഠിച്ച് കേട്ട് ചിലതെല്ലാം ഉണ്ട്, ഉറക്കത്തിൽ പോലും അറിയാതെ പറഞ്ഞു പോകും. അല്ലെങ്കിൽ നുള്ളിയിട്ട് സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞു കൊടുത്താൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് രാജ്യവും ശക്തിയും മഹത്വവും വരെ കാണാതെ പാഠം പറയും. നോ, സ്റ്റോപ്പ് അറ്റ് ദ ഫസ്റ്റ് വേർഡ് അവർ. ഇറ്റ്സ് എ കോമ്പോസിറ്റ്. യേശുവിൻ്റെ ഉള്ളിലായ നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ, അവൻ്റെ പ്രേരണയോടുകൂടെ, അവൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് അനുസരിച്ച് പിതാവോട് പോകുന്നതാണ് പ്രാർത്ഥന. ദാറ്റ് ഈസ് പ്രെയർ. രണ്ടാമത്തെ ഈ അവർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം, ദിസ് ഈസ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. ദൈവമായിട്ടുള്ളതിൽ പുത്രൻ പരിശുദ്ധാത്മാവും. പക്ഷേ ഹറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഒന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിലിരിക്കുമ്പോൾ. അവർ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിൻ്റെ സെൽഫ്, നിൻ്റെ സ്വയം, നിനക്ക് വേണ്ടി മാത്രമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയോടുകൂടെ അല്ല നിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടത്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ എന്നല്ല നമ്മൾ കരുതിക്കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. പക്ഷെ അവർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു വലിയ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ടാണ് അവൻ്റെ അടുക്കൽ നമ്മൾ പോകുന്നത്. അതിനർത്ഥം സെൽഫിഷ് അല്ല, എൻ്റെ സ്വയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന. ഞാനൊരു മിഷണറിയാണ്. 45 വർഷമായിട്ട് മിഷൻ സ്ഥാപനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ വലിയ ഒരു മിഷണറി പ്രെയർ ഇല്ല. കാരണം മിഷൻ എവിടെ തുടങ്ങുന്നതെന്നറിയാവോ? മറ്റവർക്ക് വേണ്ടി കരുതുമ്പോഴാണ് മിഷൻ തുടങ്ങുന്നത്. മറ്റവരും ഉണ്ട് ലോകത്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മിഷൻ തുടങ്ങുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് വെറും സെൽഫിഷ്. എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, കറക്റ്റ്. പക്ഷേ നീ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, വലിയ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ബ്രോഡ് മൈൻഡഡ്, അവൻ എൻ്റെ പിതാവ് മാത്രമല്ല, വലിയ ഒരു സമൂഹത്തിൻ്റെ. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ജോർജ് വെസ്ലി എന്ന് പറയുന്ന വലിയ സുവിശേഷ വിപ്ലവം ഉണ്ടാക്കിയ, യൂറോപ്പിൽ വിപ്ലവം ഉണ്ടാക്കിയ സുവിശേഷന്മാരുണ്ട്. അവരുടെ അമ്മയുടെ പേരാണ് സൂസന്ന വെസ്ലി. ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് 13 പിള്ളേരുണ്ടെന്നാണ്. എവിടെ പഠിച്ചതാണ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. വേറെ ആരോ പറഞ്ഞാൽ അതിനും കൂടുതലുണ്ടെന്ന്.
എത്രയോ 13 ഉണ്ടെന്ന് വെച്ചോ. കാലത്തെ അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ ഈ ട്രെയിൻ പോകുന്ന പോലെ എല്ലാം പുറകെ പോകും. ഒരിക്കൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ സൂസന്ന വെസ്ലിയോട് ചോദിച്ചു, ഇത് ഇത്ര എണ്ണം ഉണ്ടല്ലോ, ആരെയാ നിനക്ക് കൂടുതൽ ഇഷ്ടം? അവരെന്നെ പറഞ്ഞെന്നറിയാമോ? ഏത് കൊച്ചിന് സുഖമില്ലയോ ആ കൊച്ചിനെയാണ് അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ മറ്റേ 12 നോക്കത്തേ ഇല്ല, അതിനെ നോക്കത്തുള്ളൂ. അതാണ് ഒരു അമ്മയുടെ ഹൃദയം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു സൂസന്ന വെസ്ലിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇത്രയും വലിയ തന്നെ പിൻപറ്റുന്ന ഒരു വലിയ കുടുംബത്തിൽ നീ പോയി എനിക്ക് പ്രൊമോഷൻ വേണമെന്ന് ചോദിക്കുമ്പോൾ നിന്നേക്കാൾ പട്ടിണി കിടക്കുന്ന ഒരു കൂട്ടവും ഈ അവരിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിതാവ് ആരെ സഹായിക്കണം? പിതാവ് ആരെ സഹായിക്കണം? ഓട്ടോമാറ്റിക്കായിട്ട് പറയും, ഈ കാര്യം മനസ്സിലായ കർത്താവ് എനിക്കെങ്കിലും ഇത്ര ഉണ്ട്, അവന് ഒന്നുമില്ല, അവനെ സഹായിക്കുന്നു. ദാറ്റ് ഈസ് പ്രയർ. വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ മിഷൻ തുടങ്ങുന്നത് അവിടെയാണ്. അവർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു പിതാവാണ് എൻ്റെ പിതാവ്. അവൻ നോക്കുമ്പോൾ എനിക്ക് എത്രയോ ഉണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം എന്നാ വിചാരിക്കും? ദൈവം പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ദൈവം എന്നേ പറഞ്ഞേനെ, ഉള്ളത് പോരെ. ഒരു ദിവസം ഒരു ഷർട്ടും പാൻറ്റോ ഒരു ഷർട്ടും ധോത്തിയല്ലേ ഉടുക്കത്തുള്ളൂ. എവിടെയെങ്കിലും വന്ന് ഞാൻ വലിയ പണക്കാരനാന്ന് പറഞ്ഞ് 5 ഷർട്ടും 8 മുണ്ടും കെട്ടിയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോരെ. 3 നേരം കഴിച്ചാൽ പോരെ? 4 നേരം കഴിച്ചാൽ പോരെ? 3 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവർ എത്രയോ പേരുണ്ട്. പിതാവ് അവനെ നോക്കണമോ നിന്നെ നോക്കണമോ? അവൻ ചോദിക്കും. അവൻ ചോദിക്കുന്നത് നിന്റെ ചെവിയിൽ കേട്ടാൽ അപ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് പറയും, കർത്താവേ അവനെ ഒന്ന് നോക്കുമെന്ന്. നീ അവനെ സഹായിക്കാൻ വേണ്ടി പോകും. ദാറ്റ് ഈസ് വൈ ഐ കോൾ ദിസ് എ മിഷണറി പ്രെയർ. അവരെന്ന് പറയുമ്പോൾ ഒരു മിഷണറി പ്രെയറാണ്. അവർ ഫാദർ. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കർത്താവേ എനിക്ക് ഇത്രയും ഉണ്ട്, ഞാൻ അല്പം കൂടുതൽ ചോദിക്കുമ്പോൾ ഒന്നുമേ ഇല്ലാതെ എത്ര പേരുണ്ട്. അത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഫാദർ എന്ന് പറയുമ്പോൾ തേല് കൊട്ടിയതുപോലെ തോന്നും. അവർ ഫാദറാണ്, മൈ ഫാദർ മാത്രമല്ല, അവർ ഫാദറാണ്. വേറെ എത്രയോ പേർക്ക് എത്രയോ ഇല്ല. അതിനാണ് അവൻ നോക്കേണ്ടത്, അതാണ് അവൻ നമ്മളെ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് നമ്മുടെ സെൽഫിഷ്നെസ് എല്ലാം എടുത്തു ദൂരെ കളയാനായിട്ട് ദൈവം പറയും. പോരാ, അവരിന് ഇനിയൊരു അർത്ഥമുണ്ട്. അവർ എന്ന് പറയുമ്പോൾ ഓൾ ഇൻക്ലൂസീവ്. നിനക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവർ മൈനസ് സാമുവൽ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അവർ മറ്റവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവന് വേണ്ടി മാത്രം, ആ സാമുവലിന്, ജോണിന്, ക്രിസ്റ്റഫറിന് എന്ന് മൈനസ് പറഞ്ഞ് പ്രാർത്ഥിക്കാനില്ല. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു കൊടുത്തില്ലേ, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിനക്ക് ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ദറ്റ് പ്രെയർ. എവിടെ? അവർ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അത് അവർ ആകണം. ദർ ഈസ് നോ എക്സെപ്ഷൻ. നോ ഇൽ ഫീലിങ്സ് വിൽ എവർ പെർമിറ്റ് യുവർ പ്രെയർ ടു ഗോ ടു ഗാഡ്. എൻ്റെ അടുത്ത് പോകത്തില്ല. ഞാൻ പറയാൻ വന്നത്, യേശു പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന കിൻഡർ ഗാർഡൻ പ്രാർത്ഥനയാണ്, ABCD പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് എന്നാരും വിചാരിക്കരുത്. ആ അവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫിഷ്നെസ്സെ മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് എന്നെ യോഗ്യനാക്കുവാൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നോട് ചേർന്ന് ഈ കുടുംബത്തിലിരിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്നത്, ആരെങ്കിലും വിടണമെന്ന് തോന്നിയാൽ അത് പോയി നിറപ്പാക്കിയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പല കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചിന്തിച്ച് നോക്കിയാൽ ഇനിയും കൂടുതൽ കാണും. ആ അവരിൽ വരുമ്പോൾ പ്രാർത്ഥന നിൽക്കും സാർ. 1000 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നല്ല, ഈ അവർ മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന പദവിയാണ് ഫാദർ. ജോഷുവയ്ക്ക് ആ പദവി കിട്ടിയില്ല. ജോഷുവ ഒരിക്കലും പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പിതാവേ എന്ന് പറഞ്ഞിട്ടില്ല, നെഹെമ്യാവ് പറഞ്ഞിട്ടില്ല, ദാനിയേൽ പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാൻ പറ്റും.
നിങ്ങൾ എടുത്തു നോക്കിയോ, ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഓ ഭയങ്കരവും അതിശയവുമായ ദൈവമേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം അവർക്കെടുത്തില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രിവിലേജ്? യേശുവിൽ കൂടെ യേശു എൻ്റെ മകനായി തീരുന്നത് കൊണ്ട് ലോകത്തിൽ വലിയ വലിയ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിയാമോ? അവർ ഫാദർ ഇൻ ഹെവൻ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരു ആവശ്യമുണ്ട്, അവൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ഈ ടയറിൽ കാറ്റടിക്കുന്ന പോലെ ബും ബും ടയർ ഇങ്ങനെ 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 വരും. അതുപോലെ ദൈവം സ്തോത്രം 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 എന്ന് പറയുമ്പോൾ ദൈവം വീർത്ത് വരും. അല്ല, നീ പറഞ്ഞില്ലെങ്കിൽ പഞ്ചറായതുപോലെ പോയിടും. എന്നെ ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കും. ഒരു കാര്യം, എൻ മുഖാന്തരം നിൻ്റെ നാമത്തിന് കലങ്കം വരുത്തരുത്. കർത്താവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ എൻ മുഖാന്തരം. കാരണം റോട്ടിൽ ഒരു പയ്യൻ, ഒരു 5-6 വയസ്സ് പയ്യൻ എന്തെങ്കിലും മോശമായ ഒരു കാര്യം ചെയ്ത അടുത്ത വാക്യം എന്നാ? ദേ, ഇവനെ പെറ്റത് ആരുടെ മകനവൻ എന്നേ ചോദിക്കത്തുള്ളൂ. നമ്മളെ നോക്കിക്കൊണ്ട് ലോകത്തിൽ ഓ ഇവരുടെ പിതാവാണോ എന്ന് പറയാൻ ഇടയാകണം. ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് വരരുത്. നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു ഉടൻപടി ചെയ്യുക. എൻ മുഖാന്തരം നിൻ്റെ നാമത്തിന് കലങ്ക വരുത്തരുത്. യേശു പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനം. അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളുടെ മോശമായ പ്രവൃത്തികൾ, വാക്കുകൾ, ഇടപാടുകൾ, സംഭാഷണങ്ങൾ കണ്ടിട്ട് നിൻ്റെ പിതാവിന് ദോഷം വരുത്തരുത്. രണ്ടാമത്തത്, അവൻ്റെ നാമം മഹത്വപ്പെടുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യമേ ഉള്ളൂ. ഒരു രാജ്യത്തിൽ 50 പേരേ ഉള്ളൂ മനുഷ്യൻ, അതിനൊരു രാജാവ്. വേറെ ഒരു രാജ്യത്തിൽ 15 കോടി ജനങ്ങളുണ്ട്, അതിനൊരു രാജാവ്. ആര് രാജാവ്? ഏത് രാജാവോ മഹത്വമുള്ളത് എന്ന് ചോദിച്ചാൽ, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ എത്ര പേരുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ അവനെ എത്ര പേര് ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പറയുന്നു, എനിക്ക് ഒറ്റ സന്തോഷമേ ഉള്ളൂ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. നീ കർത്താവേ നിൻ്റെ നാമം മഹത്വപ്പെടണമേ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെഴുകുതിരി കൊളുത്തേണ്ടതല്ല, മുട്ടയടിക്കേണ്ടതല്ല, തേങ്ങായ മാങ്ങായ വാങ്ങിക്കൊടുക്കുന്നതല്ല. ഒരു ആത്മാവ് കൂടെ കർത്താവേ നിന്നെ ആരാധിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ദാറ്റ്സ് എ മിഷണറി പ്രയർ. ആർ യു വില്ലിംഗ് ടു പ്രേ? നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വരണം. നമ്മൾ നമ്മുടെ രാജ്യം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം വരണം എന്ന് പറഞ്ഞാൽ അതാണ് വാസ്തവം. നമ്മളെ എവിടുന്ന് കർത്താവ് രക്ഷിച്ചെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വീട്ടു. പക്ഷേ അവന് ഇന്നും ഇവിടെ രാജ്യമുണ്ട്. പൗലോസ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവമെന്നാണ്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം. ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്. അവന് ദൈവം എന്ന പേര് കൊടുത്തിട്ടുണ്ട്, ഗോഡ് ഓഫ് ദിസ് വേൾഡ്. അവനൊരു രാജ്യമുണ്ട് ഇവിടെ. പക്ഷേ യേശു വന്നത് സ്വർഗരാജ്യം സ്ഥാപിക്കാൻ തുടങ്ങി വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തുടങ്ങി വെച്ച് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യം വരാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് വി ആർ ഇൻ എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ്. ഒരു ആത്മീക യുദ്ധത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചുമ്മാ കിടന്ന് എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രസംഗം കേട്ടിട്ട് പോകാനല്ല. യു ആർ എ സോൾജർ, കോൾഡ് ടു ബി എ സോൾജർ. നമ്മളെ ദൈവം ഒരു പടയാളിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നാ നമ്മൾ വളർന്ന് 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 മൂത്ത് പടയാളിയാകണമല്ല. ആരെങ്കിലും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം ഒന്ന് വായിച്ച്. അതാണ് എപ്പോഴും ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട്
ദൈവം അവരെ രക്ഷിച്ച് കൊണ്ടുവരുന്നു അടിമത്തനത്തിൽ നിന്ന്. അതാണ് രക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് വന്ന ആ ദിവസം, the self same day. അതൊന്ന് വായിച്ചേ. യഹോവ അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ടുന്ന രാത്രിയാകുന്നു. ഇത് തന്നെ 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു. വായിച്ചത് ആരും കേട്ടിട്ടില്ല. 430 വർഷം അടിമത്തനത്തിൽ ആയിരുന്ന തൻ്റെ, എന്നാ എഴുതിയിരിക്കുന്നത് അവിടെ, ജനങ്ങൾ എന്നാണോ? ഗണങ്ങൾ. ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. പെട്ടെന്ന് വായിച്ചു പോയ ജനങ്ങൾ തന്നെ തോന്നും. പലരും അങ്ങനെ കേട്ട് കാണത്തുള്ളൂ. പക്ഷേ ദ സെൽഫ് സെയിം ഡേ, ഇതിനെ എന്ന് ദൈവം വിളിച്ചോ, ദൈവം നോക്കുന്നത് ഇതിനെ ഒരു ആർമി ആയിട്ടാണ്. ദ സെൽഫ് സെയിം ഡേ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അന്ന് തന്നെ, അത് തന്നെ ആവർത്തിച്ച് അതിൻ്റെ അവസാനത്തെ വാക്യം 51 വിചാരിക്കുന്നു. 12:51 വായിച്ചേ. അന്ന് തന്നെ യഹോവ, 10 വർഷം കഴിഞ്ഞിട്ടല്ല, ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. What does that mean? It's an army language. King James versionle he called them out by armies എന്നാ എഴുതിയിരിക്കുന്നത്. നീ വിശ്വസിച്ച് സൺഡേ ക്ലാസ്സിൽ പഠിച്ച് മൂത്ത് ദൈവത്തിൻ്റെ ഒരു പടയാളിയാകാനല്ല. നിന്നെ എന്ന് ദൈവം വിളിക്കുന്നോ അന്ന് നീ ഒരു പടയാളിയാണ്. കാരണം അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. നീ സോൾജർ അല്ലെങ്കിൽ അവൻ നിന്റെ യഹോവ അല്ല, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. നിന്നെ വിളിച്ച ആ ദിവസം നിന്നെ ഒരു സോൾജറായിട്ട് വിളിച്ചിരിക്കുന്നു എന്നറിയാമോ? അതാണ് വാർഫെയർ, സ്പിരിച്വൽ വാർഫെയർ. ഞാനവിടെ നിർത്തട്ടെ. പറഞ്ഞുകൊണ്ട് പോയാൽ ഒരുപാട് പറയേണ്ടി വരും. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അവൻ്റെ ഒരു കാര്യം മാത്രം തീർത്ത് വിട്ടേക്കാം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം, ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ഹിതമുണ്ട്, നിനക്കൊരു ഹിതമുണ്ട്. ആ എൻ്റെ ഹിതവും നിൻ്റെ ഹിതവും അലൈനാകണം. ഞാൻ ഇങ്ങോട്ട് വിചാരിക്കുന്നു, അവിടുന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ശരി. തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ ദൈവത്തിന് ഹിതം മാറ്റേണ്ട ആവശ്യമില്ല, നമ്മളാണ് മാറേണ്ടത്. ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പറയാം. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ആവശ്യങ്ങളാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ജീവിക്കുന്നത്, ദൈവരാജ്യം വരാൻ വേണ്ടി ഈ ആത്മീക പോരാട്ടത്തിൽ ഒരു പോരാളിയായിട്ടിരിക്കുന്നത്, ആത്മാക്കളെ നേടുന്നതാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്നത്. അവർ എന്ന് വിളിക്കാനുള്ള ഒരു പദവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാദർ എന്ന് വിളിക്കാനുള്ള ഒരു വലിയ ഗൗരവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവൻ നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യും, പക്ഷേ അതെല്ലാം അവന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം, ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇവിടെ തരണമേ എന്ന് പറഞ്ഞാൽ ചിലരെല്ലാം വിചാരിക്കും വീട്ടിൽ ഒരു മാസത്തിനുള്ള ചാപ്പാടുണ്ട്. ചിലർ ചോദിക്കുന്നത്, സാറേ ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവന് ഒരു മാസത്തിലുള്ളത് അവൻ്റെ ഫ്രിഡ്ജിലുണ്ട്, ചുമ്മാ പ്രാർത്ഥിക്കുകയില്ല കർത്താവേ ഇന്നത്തെ ആഹാരം തരണമേ എന്ന്. പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. എപ്പോൾ എന്നറിയാമോ? ഗിവ് മീ മൈ ഡെയിലി ബ്രെഡ് എന്ന് പറയുമ്പോഴാണ്. അല്ല, ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കുണ്ട് അവനില്ല എന്ന് പറയുന്നത് പോലെ ചോദിക്കാം. നിങ്ങൾ വീട്ടിൽ പോയി ഇനിയും പറഞ്ഞോ, ഇതിൻ്റെ ഓരോ ഫ്രേസും ഉണ്ടല്ലോ, ഇറ്റ്സ് എ ട്രഷർ. It came from the mouth of the best preacher, the best prayer from the best teacher, best preacher. So ഇതിനെ ചുമ്മാ വിലയില്ലെന്ന് വിചാരിക്കരുത്. പക്ഷേ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്.
പ്രാർത്ഥനയില്ലാതെ ആരുമില്ല. പക്ഷേ അതിൻ്റെ വേറൊരു ഡൈമെൻഷനാണ് ഞാനിത് പറയുന്നത്. ഈ കൺവെൻഷൻ മുഖാന്തരം നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടാകട്ടെ. ദൈവത്തിനും ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഒരു ദൈവദൂഷണം പോലെ ചിലപ്പോൾ തോന്നിയാലും അത് വാസ്തവമാണ്. വിശ്വസിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തോട് അടുത്തു പോകാൻ നമുക്ക് സാധിക്കും.